അവിടെ നിന്ന് കിട്ടുന്ന നൂല് കെട്ടിയ രോഗം മാറും. ശിർക്കുൻ അക്ബറാണ്. ഈ നൂലെന്റെ രോഗം മാറ്റുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കുൻ അക്ബറാണ്. രോഗം മാറ്റുന്നവൻ പടച്ച റബ്ബാണ്. ആ പടച്ച റബ്ബിന്റെ വിശേഷണം ഈ നൂലിന് വെച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. ഇനി ഈ നൂലിലൂടെ അള്ള എന്റെ രോഗം മാറ്റുമെന്ന് പറയുകയാണെങ്കിലോ അത് ബിദ്അത്തുമാണ്, ശിർക്കിലേക്കുള്ള വഴിയുമാണ്, റസൂലുള്ള പഠിപ്പിക്കാത്ത മാർഗമാണ്. ഹദീസ് കേട്ടോ, 10 പേർ ബൈഅത്ത് ചെയ്യാൻ വന്നു. 9 പേരിൽ നിന്ന് റസൂലുള്ള ബൈഅത്ത് സ്വീകരിച്ചു. ഒരുത്തനെ അള്ളാന്റെ റസൂൽ മാറ്റി. സഹാബത്ത് ചോദിച്ചു, നബി എന്തേ ഒരാളെ മാറ്റി നിർത്തിയത്? റസൂലുള്ള പറഞ്ഞു, അയാളുടെ കയ്യിൽ ഏലസുണ്ട്. അത് മുറിച്ചു മാറ്റിയിട്ടാണ് റസൂലുള്ള ബൈഅത്ത് സ്വീകരിച്ചത്. ഒരു മുഅ്മിനായ മനുഷ്യന് ഏലസിന്റെ ആവശ്യമില്ല, തകിടിന്റെ ആവശ്യമില്ല. മരിച്ചുപോയ മഹാന്മാർ അവർ മഹാന്മാർ തന്നെയാണ്. അവർക്കല്ല സ്വർഗം കൊടുക്കട്ടെ, അവരുടെ പാപങ്ങളല്ല പുറത്തു കൊടുക്കട്ടെ. അവർ സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. പടച്ചറബിനെ പേടിച്ച് സൂക്ഷിച്ച് തഖ്വയോടുകൂടെ മുന്നോട്ട് പോയവരാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് ഔലിയ? കുളിക്കില്ല, നനക്കില്ല, പല്ല് തേക്കില്ല, മുടിവെട്ടില്ല, നിസ്കരിക്കില്ല. അല്ലേ? ഇതല്ലേ വിശേഷണം? ഒരു പേരറിയില്ല, മശൂറും കുറവല്ല. ആരാന്നും അറിയില്ല, എവിടുന്നാന്നും അറിയില്ല, ഏതാന്നും അറിയില്ല. ഏതോ ഒരു മയ്യത്ത് ബീച്ചിൽ വന്ന് അടിഞ്ഞപ്പെടുത്തോണ്ടായിട്ട് കബറടക്കി. എന്നിട്ട് അവിടെ വലിയ ബോർഡും വെച്ചു. അല്ലേ? മുസ്ലിം പോലും അല്ലാത്ത മനുഷ്യൻ, അങ്ങാടിയിലെ കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വാരി വിശപ്പടക്കി ജീവിച്ച മനുഷ്യൻ മരണപ്പെട്ടപ്പോ അയാൾക്ക് മുസ്ലിമിന്റെ പേര് വെച്ച്, പേരിനറ്റത്ത് ബ്രാക്കറ്റിൽ റാ എന്നും വെച്ച് ജാറത്തിന് ഉദ്ഘാടനം നിർവഹിച്ച്. കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് ഓച്ചിറയിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പരിസരത്ത് എന്താണ് അവിടുത്തെ ജോറ്? ആ നാട്ടുകാർക്കറിയാം അയാൾ മുസ്ലിം പോലുമല്ല. ഇതാണോ ഔലിയാക്കള്? ആണോ? ആണോ? അല്ല സുഹൃത്തുക്കളെ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈ ആയത്തൊക്കെ നമ്മുടെ ഉസ്താദുമാർക്കറിയാം. ഇതിന്റെ വിശദീകരണം അവർക്കറിയാം. അവരിത് പാരായണം ചെയ്യുന്നുണ്ട്. ഇന്നീ പറയുന്ന ഔലിയാക്കൾക്ക് ചമച്ചു വെക്കുന്ന, പലതും കെട്ടിച്ചമക്കുന്ന ഈ വിശേഷണങ്ങളോട് വിയോജിപ്പുള്ള ഉസ്താദുമാരുണ്ട്. അങ്ങനെയുണ്ട്. ഇതൊന്നും അംഗീകരിക്കാത്തവരുണ്ട്. ഇതൊക്കെ കുറച്ച് ഓവറാണ് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് അറിയാം പ്രമാണത്തിലുള്ളത് എന്താണ്. ആരാ ഔലിയ? അള്ളാഹുവിൽ ശരിയായി വിശ്വസിച്ച് പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന ആളാണ്. നിസ്കരിക്കാൻ പോകാത്ത ആളല്ല. നോമ്പിന്റെ പകല് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, കള്ളുടിച്ച ഔലിയാക്കളെ. കള്ളുടിച്ച, സിഗരറ്റ് വലിക്ക, തന്റെ മുരീദിനെ റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ലിംഗം നീട്ടിയിട്ട് അതുകൊണ്ട് അടിച്ചു. അത് ഇതൊക്കെ കറാമത്താണ്. ഓ, എന്തോ ഒരു കറാമത്ത്. ഇസ്ലാമാണോ സുഹൃത്തുക്കൾ ഇതൊക്കെ? ഇങ്ങനെ ഇസ്ലാം ഇവിടെ മലീമസമാക്കപ്പെടുമ്പോ തന്റെ ഇടമുള്ള യുവാക്കളുണ്ടോ? ജാഥ പിടിക്കുന്നവരോട്, കുലാവി കുടിക്കുന്നവരോട്, ബിരിയാണി കഴിച്ച് പ്രവാചക സ്നേഹം നടിക്കുന്നവരോട്, ഞങ്ങൾ സുന്നികളാണെന്ന് ആർജവത്തോടെ തന്റെ ഇടത്തോടെ പറയുന്നവരോട്, റമദാനിന്റെ പകലുകളിൽ തൊപ്പിയിട്ട് പള്ളിയിലേക്ക് പോയിട്ട് തങ്ങളുടെ ഐഡന്റിറ്റി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ശ്രമിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇതാണോ ഇസ്ലാം? ആണോ? പ്രവാചകന്റെ കാലശേഷം ഇസ്ലാമിനെ വികൃതമാക്കിയപ്പോൾ മിമ്പറിൽ കയറി നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. അയുഹ്ലികു ഹാദദ്ദീൻ വഅന ഹയ്യുൻ. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അബൂബക്കറിന്റെ പിന്മുറക്കാരായ നമുക്ക് സഹിക്കാൻ സാധിക്കുമോ? ഇത് പറ്റുമോ? മയ്യത്തുണ്ടോന്ന് പോലും ഉറപ്പില്ലാത്ത ജാറങ്ങള്, മാറിക്കിടക്കുന്ന ജാറങ്ങള്, അല്ലെ, തോന്നിവാസങ്ങളിൽ ഏർപ്പെടുന്ന ഔലിയാക്കള്, ഇങ്ങനെയൊക്കെ ഇസ്ലാമിലുണ്ടോ? ഏറ്റവും വലിയ ഔലിയ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മിമ്പർ
മിമ്പറിൽ കയറി നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബത്തെ, നിങ്ങളിൽ ഏറ്റവും അധികം പടച്ച റബ്ബിനെ ഭയക്കുന്നവൻ, വഅഖ്ശാകും, ഏറ്റവും അധികം ഖുശൂ ഉള്ളവൻ ഞാനാണെന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് റസൂലുള്ളാഹി ഒരു അന്യപെണ്ണിനെ തൊട്ടില്ല, അന്യായമായ ഒരു അംശം കടിച്ചില്ല, ഒരാളിലേക്കും മോശപ്പെട്ട രീതിക്ക് നോക്കിയില്ല, ഒരു തലക്കുമുള്ള ലൈംഗികമായ വൈകൃതങ്ങൾ പ്രവാചകൻ കാണിച്ചില്ല, ഏതെങ്കിലും തരത്തിലുള്ള ലഹരി നുകർന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുർഗന്ധം പേറിയിട്ട് നമസ്കരിക്കാതെ പള്ളിക്കോലായി പച്ച പുതച്ച് മോശപ്പെട്ട നിലക്ക് ദുർഗന്ധം പരത്തുന്ന അവസ്ഥയിൽ ഒരു ഔലിയ പട്ടം ചമഞ്ഞ് സ്വഹാബത്തിന് മുന്നിൽ ജീവിച്ചവനായിരുന്നില്ല. സുഗന്ധമായിരുന്നു, ശുദ്ധനായിരുന്നു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഏറ്റവും നല്ല മാന്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിയാക്കളുടെ നേതാക്കന്മാരാരാ? സ്വഹാബത്താണ്.